സെലക്ഷനിലെ ലാസോ ടൂളിലെ അടുത്ത ലാസോ ടൂളാണ് ഈ കാണുന്ന പോളിഗണൽ ലാസോ ടൂൾ. പോളിഗണൽ ലാസോ ടൂൾ ഇതിൽ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലയർ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലാസോ ടൂളാണ് പോളിഗൺ ലാസോ ടൂൾ. ഇതിന്റെ കീബോർഡ് കമാൻഡും എൽ തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ ടൂളിൽ ഇരിക്കുന്ന സമയത്ത് എൽ എന്ന അക്ഷരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടൂള്, അതായത് പോളിഗണൽ ലാസോ ടൂളോ അതിന് താഴെയുള്ള മാഗ്നറ്റിക് ലാസോ ടൂളോ ലഭിച്ചു കൊള്ളണമെന്നില്ല. ഇങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൽ പ്രസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കീ കൂടി അമർത്തി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് അമർത്തി പിടിച്ചു, അതിനുശേഷം എൽ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ പോളിഗണൽ ലാസോ ടൂളായി. അതുപോലെ തന്നെ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് എൽ പ്രസ് ചെയ്തപ്പോൾ വീണ്ടും മാഗ്നറ്റിക് ലാസോ ടൂളായി. വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തപ്പോൾ എന്താ പറയുക, ഫ്രീ ഹാൻഡ് ലാസോ ടൂളായി. എന്നാൽ നമുക്ക് എല്ല് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ടൂള് മാറി വരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. അതിനായിട്ട് എഡിറ്റ് മെനുവിൽ പോവുക, പ്രിഫറൻസിൽ പോവാം. ഇവിടെ കണ്ടോ, ഈ കാണുന്ന പ്രിഫറൻസിൽ പോവാം. അതിനുശേഷം പ്രിഫറൻസിൽ പോയതിനു ശേഷം ഏതെങ്കിലും ജനറലോ ഏതെങ്കിലും പോവാം, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന യൂസ് ഈ ഓപ്ഷൻ, അതായത് യൂസ് ഷിഫ്റ്റ് കീ ഫോർ ടൂൾ സ്വിച്ച് എന്ന ഈ ഓപ്ഷൻ ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതിനെ അൺചെക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ വെറുതെ എൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് കീ ഇല്ലാതെ തന്നെ എൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂള് മാറി വരുന്നത് കാണാം. ഞാൻ വെറുതെ എൽ കീ പ്രസ് ചെയ്യുമ്പോൾ ലാസോ ടൂള് മാഗ്നറ്റിക് ടൂളായിട്ട് ഓരോന്ന് ടൂളായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാണ് മറ്റൊരു സംഗതി കൂടി സാന്ദർഭികമായിട്ട് പറയാം. ഇപ്പോൾ ലാസോ ടൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഫ്ലയർ പുറത്ത് വന്നതിന് ശേഷം ആണ് നമ്മൾ പോളിഗണൽ ലാസോ ടൂള് സെലക്ട് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ഇത് അങ്ങനെ ഫ്ലയർ വരുന്നതിന് കാത്തു നിൽക്കാതെ കീബോർഡിൽ ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടൂള് ഉടനെ പ്രത്യക്ഷപ്പെടും. ഇത് എല്ലാ ഫ്ലയറിനും ബാധകമായിട്ടുള്ള സംഗതിയാണ്. അതിനുള്ളിലുള്ള അടുത്ത കീ ലഭിക്കുന്നതിന് ആൾട്ട് കീ പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അപ്പൊ അതിന്റെ ഓർഡറിൽ ലഭിക്കുന്നതാണ്. നമ്മളിവിടെ മാർക്കറ്റ് ടൂളിനും ഈ കാണുന്ന എല്ലാ ടൂളുകൾക്കും അത് ബാധകമാണ്. അതായത് ഫ്ലയർ ഉള്ള ടൂളുകൾക്ക് ഫ്ലയർ ഉണ്ട് എന്ന് അറിയാനായിട്ട് ആ ടൂളിന്റെ റൈറ്റിൽ താഴെ ഒരു ചെറിയ ഏരോ കാണും. അങ്ങനെയുള്ള ടൂളുകൾക്കാണ് ഫ്ലയർ ഉള്ളത് എന്നർത്ഥം. മിക്കവാറും എല്ലാ ടൂളുകൾക്കും ആ താഴെ കാണുന്ന ചെറിയ ഏരോ ഉണ്ട്. ചില ഇപ്പോ മൂവ് ടൂളിന് മാത്രമേ അതില്ലാത്തുള്ളൂ എന്ന് തോന്നുന്നു. മിക്കവാറും മറ്റെല്ലാ ടൂളുകൾക്കും മൂലയിൽ ഒരു ചെറിയ ഏരോ കാണാവുന്നതാണ്. അതിനെയാണ് ഈ ഫ്ലയർ എന്ന് പറയുന്നത്. അപ്പൊ അതുള്ള ടൂൾസിനെല്ലാം ഫ്ലയേഴ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ട് എന്നാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് വീണ്ടും ലാസോ ടൂളിലേക്ക് പോവാം. ഈ ലാസോ ടൂൾ എന്ന് പറഞ്ഞാൽ ലാസോ ടൂൾ എന്ന് പറഞ്ഞാൽ ഇത് പോളിഗണൽ ലാസോ ടൂളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ, പോളി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്നർത്ഥം. അപ്പൊ ഒന്നിൽ കൂടുതൽ കഷ്ണങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ചെറു പീസുകളെ, ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ കഷ്ണങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ പോളിഗൺ ലാസോ ടൂൾ എന്ന് പറയുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ സെലക്ഷൻ സ്വീകരിക്കുന്നതിനാണ് പോളിഗണൽ ലാസോ ടൂൾ എന്ന് പറയുന്നത്. എങ്ങനെ ഇത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് കുറച്ച് വലുതാക്കി കാണിച്ചു തരാം. നോക്കാം കേട്ടോ. ഒരു 0 കുറച്ച് വലുതാക്കാം. അവിടെ നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ക്രീൻ ആവശ്യമായ രീതിയിൽ ഇങ്ങനെ നീക്കുന്നതിന് കീബോർഡിൽ സ്പേസ് ബാർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്റർ കണ്ടോ ഹാൻഡ് ആയിട്ട് മാറും. ആ സമയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനായിട്ട് സാധിക്കും. ഇതിനെ ഹാൻഡ് ടൂൾ എന്ന് പറയും. അതിന്റെ പ്രോസസ്സിനെ നമ്മൾ പാനിങ് എന്നാണ് പറയുക. മറ്റൊരു അവസരത്തിൽ കൂടി ഇത് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പറയാം. ചിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൃത്യമായിട്ട് നമുക്ക് സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കീബോർഡിൽ സ്പേസ് ബാർ അമർത്തി പിടിക്കുക. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ
ഇങ്ങനെ നീക്കാൻ പറ്റും കണ്ടോ. ഇനി വേറെയും കുറെ സംഗതികളുണ്ട്, അതൊക്കെ വഴിയെ സാവകാശം പറയാം. ഇപ്പൊ നമുക്ക് ലാസോ ടൂളിലേക്ക് തീർച്ചയായിട്ടും പോകാം. പോളിഗണൽ ലാസോ ടൂൾ നമ്മൾ എൽ പ്രസ് ചെയ്തു കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡ് ലാസോ ടൂളിൽ നമ്മൾ ചെയ്തത് വർക്ക് ചെയ്ത് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കുന്നത് വരെ നമ്മളിങ്ങനെ ഒരു പെൻസിൽ പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ മുട്ടും, അങ്ങനെയായിരുന്നു. എന്നാൽ ഈ പോളിഗണൽ ലാസോ ടൂളിന്റെ പ്രത്യേകത നമുക്ക് ഓരോ പോയിന്റിലും വെച്ചിട്ട് ക്ലിക്കിങ് വിടാം. വിട്ട് കഴിഞ്ഞാലും പ്രശ്നങ്ങളില്ല എന്നർത്ഥം. ഇവിടെ നോക്കാം. അതിനുശേഷം ഒരിടത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടോ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുശേഷം അതിന്റെ ആ സൈഡിലൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കർവുകൾക്കനുസരിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. ഈ ടൂള് വളരെയധികം ഉപകാരമുള്ള ഒരു ടൂളാണ്. കാരണം വെച്ചാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാം, യാതൊരു വറിയില്ലാതെ സെലക്ട് ചെയ്തെടുക്കാം. മറ്റേതാവുമ്പോൾ വിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. അതുപോലെ തന്നെ മൗസ് കൈ ശരിയല്ല എന്നുണ്ടെങ്കിൽ സെലക്ഷൻ പലയിടത്തേക്കും പോകും, അങ്ങനെ ഒരുപാട് സമയം പോകും. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് വളരെ കൃത്യമായ രീതിയിൽ ഓരോ ടൂളിനും ഓരോ പ്രത്യേകതയാണ് ഉള്ളത്. ഫ്രീ ഹാൻഡ് ലാസോ ടൂളിനും വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ വഴിയെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക കുറേ പ്രാക്ടീസ് ആകുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഈ പോളിഗണൽ ലാസോ ടൂളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത്ര ചെയ്തതിന് ശേഷം ഇത്രയും മുട്ടിക്കുകയാണ് ഇവിടെ. അതായത് നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്ക് പോവുകയാണ്. തുടങ്ങിയ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ മൗസ് മുട്ടാനാകുമ്പോൾ ആ മൗസ് പോയിന്ററിന്റെ അപ്പോൾ ഒരു ചെറിയൊരു റൗണ്ട് പ്രത്യക്ഷപ്പെടുന്നത് നോക്കുക കേട്ടോ. വളരെ ശ്രദ്ധിച്ചാലാണ് കാണാനായിട്ട് സാധിക്കും. ഒരു റൗണ്ട് പ്രത്യക്ഷപ്പെടുക കേട്ടോ. ഈ അവസരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് സെലക്ഷനും മുട്ടും എന്നർത്ഥം. ഇങ്ങനെ അങ്ങോട്ട് കൃത്യമായി പോകണമെന്നൊന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇവിടെ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിൽ മുട്ടും. എന്നാൽ അങ്ങനെ വേണമെന്നില്ല. മുട്ടാനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെലക്ഷൻ സ്വീകരിക്കാവുന്നതാണ്. ഇനി സെലക്ഷന്റെ മറ്റു സംഗതികൾ പരിശോധിക്കുക. അതിനായിട്ട് അഡീഷൻ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ടു സെലക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാം. നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇങ്ങനെ ആവശ്യമായ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ഷന്റെ പരിധിയിൽ പെടുത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൂടി പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലായിടത്തും കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് എന്താ പറയുക സബ്ട്രാക്ട് ടു സെലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കുറയ്ക്കാം. ഇന്റർസെക്ഷൻ പരമാവധി ആവശ്യമായി വരുന്നില്ല. ഈ അഡീഷനും സബ്ട്രാക്ഷനും ഉപയോഗിച്ചുകൊണ്ട് കൊടുത്ത സെലക്ഷൻ കൂടുതൽ പ്രിസൈസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.